നമസ്കാരം, വെൽക്കം. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത ഭക്ഷണം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതെങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയതെന്ന്? ശരിക്കും അതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്, ഒരു യാത്രയുണ്ട്. ആ യാത്രയുടെ രഹസ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ സപ്ലൈ ചെയിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെർഫോമൻസ് ഡ്രൈവേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കും. പരീക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഇംഗ്ലീഷ് കീ ടേംസ് ഒക്കെ ഉപയോഗിച്ച്, പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേർണി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ സ്മാർട്ട് ഫോൺ ഒന്ന് നോക്കിയേ. ശരിക്കും അതൊരു ഗ്ലോബൽ പസിൽ പോലെയാണ്. അതിന്റെ സ്ക്രീൻ ഒരു രാജ്യത്ത് നിന്ന്, ബാറ്ററി വേറൊരു രാജ്യത്ത് നിന്ന്, ചിപ്പ് മറ്റൊരിടത്ത് നിന്ന്, ഇതെല്ലാം ഒരിടത്ത് ഒത്തുചേർന്ന് ഒരു ഫാക്ടറിയിൽ തുടങ്ങി പല രാജ്യങ്ങളും കടന്ന് അവസാനം നിങ്ങളുടെ കൈകളിലെത്തുന്നു. ആ ഒരു കോംപ്ലക്സ് ജേണി, അതാണ് നമ്മളിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചുരുളഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫോണിന്റെ യാത്ര എവിടെ തുടങ്ങുന്നു? എല്ലാം തുടങ്ങുന്നത് ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ്. ഒരു കമ്പനി ആദ്യം തന്നെ തീരുമാനിക്കണം, ഓക്കെ, നമുക്ക് ഈ ഫോണിന്റെ ക്യാമറ സ്വയം ഉണ്ടാക്കണോ അതോ പുറത്തുനിന്ന് ഒരു കമ്പനിയെ കൊണ്ട് ഉണ്ടാക്കിക്കണോ? ബാറ്ററി എന്തു ചെയ്യും, സ്ക്രീനോ? ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഈ വാങ്ങലുകളെല്ലാം മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആദ്യത്തെ കീ ടേമായ പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ മേക്ക് ഓർ ബൈ തീരുമാനം എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കമ്പനിയുടെ പണം, സമയം, അവരുടെ എക്സ്പെർട്ടൈസ് എല്ലാത്തിനെയും ബാധിക്കുന്ന ഒന്നാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു കുഞ്ഞ് സ്ക്രൂവിന്റെ കാര്യം മുതൽ ഫോണിന്റെ ബ്രെയിനായ പ്രോസസ്സർ വരെ ഈ ഒരു ചോയ്സ് ആ പ്രൊഡക്റ്റിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് തന്നെ പറയാം. സോ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഫോൺ കമ്പനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പ്രൊസസ്സർ സ്വയം മേക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ അവർക്ക് അതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യേണ്ടി വരില്ല. ദാറ്റ്സ് എ കോർ കോമ്പറ്റൻസി, അല്ലേ? പക്ഷേ എല്ലാ ഭാഗങ്ങളും, ഒരു ചെറിയ സ്ക്രൂ വരെ സ്വയം ഉണ്ടാക്കാൻ നിന്നാലോ കോസ്റ്റ് ഭയങ്കരമായി കൂടും. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്ക്രൂ പോലെയുള്ള സാധാരണ സാധനങ്ങൾ പുറത്തുനിന്ന് ബൈ ചെയ്യും. അപ്പോൾ കോസ്റ്റ് കുറയും, ആ സപ്ലയറിന്റെ എക്സ്പെർട്ടീസും നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു ട്രേഡ് ഓഫ്, അതായത് മേക്ക് ചെയ്യുമ്പോഴുള്ള ഗുണവും ബൈ ചെയ്യുമ്പോഴുള്ള ഗുണവും തമ്മിലുള്ള ഈ ഒരു ബാലൻസിംഗ്, ഇത് മനസ്സിലാക്കുന്നത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഫോണിലെ ക്യാമറ മേക്ക് ചെയ്യണോ ബൈ ചെയ്യണോ എന്നുള്ളത് വെറുതെ ടോസ് ഇട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഇതിനൊരു കൃത്യമായ സ്ട്രക്ചേർഡ് പ്രോസസ്സ് തന്നെയുണ്ട്. സ്റ്റെപ്പ് 1, നമ്മുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റെപ്പ് 2, അതിൻ്റെ കോസ്റ്റ് അനാലിസിസ് നടത്തുക. പിന്നെ ക്വാളിറ്റി, കപ്പാസിറ്റി, റിസ്ക്, ഇങ്ങനെയുള്ള ഓരോ ഘടകങ്ങളും കൃത്യമായി പഠിച്ച് എല്ലാവരുമായി ചർച്ച ചെയ്ത് അതിനുശേഷം മാത്രമേ ഫൈനൽ ഡിസിഷൻ എടുക്കൂ. അപ്പോൾ ഓർക്കുക, നമ്മുടെ ഫോണിലെ ഓരോ കുഞ്ഞു പാട്ടും ഈ സ്റ്റെപ്പുകൾ കടന്നാണ് വരുന്നത്. ഓക്കെ, സോ മേക്ക് ഓർ ബൈ തീരുമാനമെടുത്തു, ഫോൺ ഉണ്ടാക്കാനുള്ള ഭാഗങ്ങളെല്ലാം എത്തി. പക്ഷേ അടുത്ത ചോദ്യം വരുന്നു, എത്ര എണ്ണം വാങ്ങിവെക്കണം? ഇതെല്ലാം ഇവിടെ സൂക്ഷിക്കും. നാളെ ഒരാൾ ഫോൺ ചോദിച്ചു വരുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ അടുത്ത കീ ഡ്രൈവർ, ഇൻവെന്ററി. സിമ്പിളായി പറഞ്ഞാൽ സ്റ്റോക്ക് മാനേജ്മെന്റ്. ഇത് പാളിയാൽ സപ്ലൈ ചെയിൻ മൊത്തത്തിൽ പാളും. ഇൻവെന്ററിയെ നമുക്ക് ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു ബഫർ അല്ലെങ്കിൽ ഒരു ഷോക്ക് അബ്സോർബറായിട്ട് കാണാം. കസ്റ്റമർ ഡിമാൻഡ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, അല്ലേ? ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. ഈ കയറ്റിറക്കങ്ങളെ മാനേജ് ചെയ്യാനാണ് ഇൻവെന്ററി സഹായിക്കുന്നത്. ഈ ബാലൻസ് കീപ്പ് ചെയ്യാൻ പ്രധാനമായിട്ടും 3 തരം ഇൻവെന്ററിയുണ്ട്. ഇത് 3ഉം പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. സോ ലെറ്റ്സ് ബ്രേക്ക് ദം ഡൗൺ വൺ ബൈ വൺ. ഫസ്റ്റ് അപ്പ് വി ഹാവ് സൈക്കിൾ ഇൻവെന്ററി. പേര് കേട്ട് പേടിക്കേണ്ട, ഇത് വളരെ സിമ്പിളാണ്. ഒരു കമ്പനി ഒരു സാധാരണ മാസത്തിൽ എത്ര ഫോൺ വിൽക്കാൻ പ്രതീക്ഷിക്കുന്നുവോ അത്രയും സ്റ്റോക്ക്, അതാണ് സൈക്കിൾ ഇൻവെന്ററി. ബേസിക്കലി ഇത് അവരുടെ ഡേ ടു ഡേ സെയിൽസിനു വേണ്ടിയുള്ള എക്സ്പെക്റ്റഡ് സ്റ്റോക്കാണ്. അടുത്തത് സേഫ്റ്റി ഇൻവെന്ററി അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക്. ഇതിനെ നമുക്ക് ജസ്റ്റ് ഇൻ കേസ് സ്റ്റോക്ക് എന്ന് വിളിക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ വീട്ടിൽ എപ്പോഴും കുറച്ച് പഞ്ചസാരയോ അരിയോ ഒക്കെ എക്സ്ട്രാ വാങ്ങി വിൽക്കില്ലേ? എന്തിനാ? പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലോ? എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് കമ്പനികളും ചെയ്യുന്നത്. പെട്ടെന്ന് ആ ഫോണിന് ഡിമാൻഡ് കൂടിയാലോ, അല്ലെങ്കിൽ സപ്ലയർ സാധനം എത്തിക്കാൻ വൈകിയാലോ ഒരു പ്രശ്നവും വരാതിരിക്കാൻ കയ്യിൽ വെക്കുന്ന ആ എക്സ്ട്രാ സ്റ്റോക്ക്, അതാണ് സേഫ്റ്റി ഇൻവെന്ററി. എ വെരി ഇമ്പോർട്ടന്റ് റിസ്ക് മാനേജ്മെന്റ് ടൂൾ. ആൻഡ് ഫൈനലി ദ തേർഡ് ടൈപ്പ്, സീസണൽ ഇൻവെന്ററി. പേരിൽ തന്നെയുണ്ട് കാര്യം. ചില പ്രത്യേക സീസണുകളിൽ ഡിമാൻഡ് കൂടുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാമല്ലോ. ഫോർ എക്സാമ്പിൾ, ഓണം, ക്രിസ്മസ്, അല്ലെങ്കിൽ ഒരു ബിഗ് ബില്യൺ ഡേ സെയിൽ. ഈ സമയത്തൊക്കെ ഫോൺ സെയിൽസ് കൂടും, അല്ലെങ്കിൽ ഒരു പുതിയ ഫോൺ മോഡൽ ലോഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പ്രഡിക്റ്റബിളായ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനികൾ മുൻകൂട്ടി സ്റ്റോക്ക് കൂട്ടിവെക്കും. ഇതിനെയാണ് സീസണൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓറൈറ്റ്, സോ ഫോണുകളൊക്കെ അസംബിൾ ചെയ്ത് ബോക്സിലാക്കി വെയർഹൌസിൽ റെഡിയായിരിക്കുകയാണ്. ബട്ട് ഡു ദേ ജസ്റ്റ് സിറ്റ് ദർ? ഓഫ് കോഴ്സ് നോട്ട്. അവയ്ക്ക് ഫാക്ടറിയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തേക്കും അവിടുന്ന് റീറ്റെയിൽ ഷോപ്പുകളിലേക്കും ഫൈനലി നമ്മുടെ കൈകളിലേക്കും എത്തണം. സോ നമ്മുടെ ഫോണിന്റെ യാത്രയിലെ അടുത്ത നിർണായക ഘട്ടം ഇവിടെ തുടങ്ങുന്നു, ട്രാൻസ്പോർട്ടേഷൻ.
ഇനി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സാധനങ്ങൾ എത്തിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? റോഡ് വഴി ട്രക്കിലയക്കാം, ട്രെയിനിലയക്കാം, കപ്പലിലയക്കാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിലയക്കാം. ഓരോന്നിനും അതിൻ്റേതായ ഗുണവും ദോഷവുമുണ്ട്. ഒരുപാട് ബൾക്കായി സാധനങ്ങൾ കുറഞ്ഞ ചെലവിൽ അയക്കണമെങ്കിൽ റെയിൽ അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ടാണ് ബെസ്റ്റ്. പക്ഷേ നമ്മുടെ സ്മാർട്ട് ഫോൺ പോലുള്ള ഹൈ വാല്യൂ പ്രോഡക്റ്റ് ആണെങ്കിലോ അത് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിക്കണം. സ്പീഡ് ഇസ് എവ്രിതിങ്. അതുകൊണ്ടാണ് കോസ്റ്റ് കൂടുതലാണെങ്കിലും മിക്ക കമ്പനികളും എയർ ഫ്രൈറ്റ് തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകത്തിന്റെ പല ഭാഗത്തേക്കായി പോകുന്ന ആയിരക്കണക്കിന് ട്രക്കുകൾ, കപ്പലുകൾ, വിമാനങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണൊരു കമ്പനി കോർഡിനേറ്റ് ചെയ്യണേ? ഇതിനൊരു സെൻട്രൽ ബ്രെയിൻ വേണ്ടേ? വെൽ, ആ ബ്രെയിനാണ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ TMS. ഇത് വെറുമൊരു സോഫ്റ്റ്വെയർ അല്ല. ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ റൂട്ട് ഏതാണ്, എവിടെയാണ് ട്രാഫിക് ബ്ലോക്ക്, ഏത് കാരിയറാണ് ഏറ്റവും വിശ്വസനീയം, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും ഓപ്റ്റിമൈസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സൂപ്പർ സ്മാർട്ട് സിസ്റ്റമാണിത്. ഒരു നല്ല TMS ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, കമ്പനിക്ക് ഒരുപാട് പണം ലാഭിക്കാം. കാരണം അവർക്ക് ഏറ്റവും എഫിഷ്യൻ്റായ വഴികൾ കണ്ടെത്താൻ സാധിക്കും. രണ്ടാമതായി, നമുക്ക്, അതായത് കസ്റ്റമേഴ്സിന്, നമ്മുടെ ഫോൺ എവിടെ എത്തിയെന്ന് റിയൽ ടൈമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. യുവർ ഓർഡർ ഹാസ് ബീൻ ഷിപ്ഡ് മെസ്സേജ് കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ലേ? അപ്പോൾ നമുക്ക് കൃത്യമായി ഡെലിവറി എപ്പോഴാണെന്നറിയാം. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നു. ഇറ്റ്സ് എ വിൻ വിൻ. ഓക്കെ, ലെറ്റ്സ് പോസ് ഫോർ എ സെക്കൻഡ് ആൻഡ് കണക്ട് സം ഡോട്ട്സ്. ഫാക്ടറിക്ക് എങ്ങനെയാണ് അറിയുന്നത് എത്ര ഫോൺ ഉണ്ടാക്കണമെന്ന്? ട്രാൻസ്പോർട്ട് കമ്പനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഈ ഫോണുകൾ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന്? ഇതിനെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? ദി ആൻസർ ഇസ് സിമ്പിൾ ബട്ട് പവർഫുൾ. ഇൻഫർമേഷൻ, ശരിയായ സമയത്തുള്ള വിവര കൈമാറ്റം. അതാണ് നമ്മുടെ അടുത്ത ഡ്രൈവർ, ഇൻഫർമേഷൻ ഇൻറ്റിഗ്രേഷൻ. ഇത് സപ്ലൈ ചെയിനിന്റെ നെർവസ് സിസ്റ്റമാണെന്ന് പറയാം. അതായത് സപ്ലയറിൽ നിന്ന് തുടങ്ങി മാനുഫാക്ചറർ, ഡിസ്ട്രിബ്യൂട്ടർ, റീറ്റെയിലർ, ഈ ശൃംഖലയിലെ എല്ലാവരിലേക്കും തടസ്സങ്ങളില്ലാതെ ഡേറ്റ ഒഴുകണം. നമ്മൾ ഇതുവരെ സംസാരിച്ച പ്രൊക്യൂർമെന്റ്, ഇൻവെന്ററി, ട്രാൻസ്പോർട്ടേഷൻ, ഇവയെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു ഡിജിറ്റൽ ഗ്ലൂ ആണ് ഇൻഫർമേഷൻ ഇൻറ്റിഗ്രേഷൻ. ഈ ഇൻഫർമേഷൻ ഫ്ലോ ശരിയായി നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ കടയിൽ പോകുമ്പോൾ അവർ പറയും, സോറി, ആ മോഡൽ സ്റ്റോക്കില്ല. അതേസമയം കമ്പനിയുടെ വെയർഹൌസിൽ ആ ഫോൺ വിൽക്കാതെ കെട്ടിക്കിടക്കുന്നുമുണ്ടാവാം. ബട്ട് വെൻ ഇൻഫർമേഷൻ ഇൻറ്റഗ്രേഷൻ വർക്ക്സ് പെർഫെക്റ്റ്ലി, ഇതൊന്നും സംഭവിക്കില്ല. കടയിൽ സ്റ്റോക്ക് തീരാറാകുമ്പോൾ തന്നെ ഫാക്ടറി അറിയും. അങ്ങനെ ഓവർ സ്റ്റോക്കും ഉണ്ടാവില്ല, സ്റ്റോക്ക് ഔട്ടും ഉണ്ടാവില്ല. It's all about having the right data at the right time. Okay, so our phone has finally reached the store. The journey is almost complete. Ini avasana khattam, the most important one perhaps. Nammal, the customers. Nammal എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത്? കാരണം ഇന്നത്തെ കാലത്ത് ഷോപ്പിംഗ് രീതികളാകെ മാറിയില്ലേ? Let's look at that. അവിടെയാണ് ഓംനി ചാനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന കോൺസെപ്റ്റ് വരുന്നത്. ഇതിന്റെ ഐഡിയ ഇത്രയുള്ളൂ: കസ്റ്റമർക്ക് ഒരു സീംലെസ് ഇൻറ്റഗ്രേറ്റഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക. നിങ്ങൾ എവിടെ നിന്ന് വാങ്ങുന്നു എന്നതൊരു വിഷയമേ അല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോണിന്റെ ആഡ് കാണുന്നു, എന്നിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി റിവ്യൂസ് നോക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അപ്പോൾ തന്നെ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്താം, അല്ലെങ്കിൽ ബൈ ഓൺലൈൻ, പിക്കപ്പ് ഇൻ സ്റ്റോർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് പോയി വാങ്ങാം. എല്ലാം കണക്റ്റഡ് ആണ്. The key word here is flexibility. The goal is to make it super convenient for you, the customer. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വാങ്ങണോ? Done. കടയിൽ പോയി കണ്ടേ തൊട്ട് നോക്കി വാങ്ങണോ? No problem. ഓൺലൈനായി ഓർഡർ ചെയ്തിട്ട് അരമണിക്കൂറിനുള്ളിൽ അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് കളക്ട് ചെയ്യണോ? അതും സാധിക്കും. Omni-channel is all about giving you the choice and making the entire process smooth, no matter which path you take. So there you have it. നമ്മുടെ ഫോണിന്റെ യാത്ര, from a simple idea to the device in your hand. നമ്മൾ കണ്ടതുപോലെ ഇതൊരു സ്ട്രേറ്റ് ലൈൻ അല്ല. ഇറ്റ്സ് എ ചെയിൻ ഓഫ് കണക്റ്റഡ് ഡിസിഷൻസ്. പ്രൊക്യൂർമെന്റിൽ എടുക്കുന്ന ഒരു തീരുമാനം ഇൻവെന്ററിയെ നേരിട്ട് ബാധിക്കും. ഇൻവെന്ററിയുടെ അളവ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിനെ മാറ്റും. ആൻഡ് വാട്ട് ഹോൾഡ്സ് ഇറ്റ് ഓൾ ടുഗെദർ? ഇൻഫർമേഷൻ. ഈ ശൃംഖലയിലെ ഓരോ കണ്ണിയും പ്രൊക്യൂർമെന്റ്, ഇൻവെന്ററി, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഫർമേഷൻ, ഇവയെല്ലാം ഒരുമിച്ച് ശക്തമായി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സപ്ലൈ ചെയിൻ ശരിക്കും വിജയിക്കുന്നത്. And to leave you with one final thought. What's next? ഈയൊരു യാത്രയെ ഭാവിയിൽ മാറ്റിമറിക്കാൻ പോകുന്നത് എന്തായിരിക്കും? Will it be AI predicting exactly what you want to buy before you even know it? Or maybe drones delivering their new phone to your doorstep in minutes? The possibilities are endless. So the next time you unbox a new product, just take a moment to think about the incredible, invisible journey it took to get to you. Thanks so much for watching.